കാണുമ്പോൾ എഴുന്നേൽക്കുകയും പ്രഭുക്കന്മാർ നിന്റെ മുമ്പിൽ സാഷ്ടാംഗം പ്രണമിക്കുകയും ചെയ്യും. വ്യാപരിക്കട്ടെ. യെശയ്യാ 60:15 മുതലുള്ള വചനം. നിന്നെ പീഡിപ്പിച്ചവരുടെ പുത്രർ നിന്റെ അടുക്കൽ വന്ന് താണു വണങ്ങും. നിന്നെ നിന്ദിച്ചവർ നിന്റെ പാദത്തിൽ പ്രണമിക്കും. ഇത് കർത്താവിൻ്റെ നഗരം, ഇസ്രായേലിന്റെ പരിശുദ്ധനായവന്റെ സിയോൻ എന്ന് അവർ നിന്നെ വിളിക്കും. ആരും കടന്നു പോകാത്ത വിധം പരിത്യക്തിയും വെറുക്കപ്പെട്ടവളുമായിരുന്നു നീ. ഞാൻ നിന്നെ എന്നേക്കും പ്രൗഢിയുറ്റവളും തലമുറകൾക്ക് ആനന്ദമാക്കും. നീ ജനതകളെ അനുഗ്രഹിക്കും, രാജാക്കന്മാരുടെ ഐശ്വര്യം നുകരും. കർത്താവായ ഞാനാണ് നിന്റെ രക്ഷകനെന്നും യാക്കോബിന്റെ ശക്തനായവനാണ് നിന്റെ വിമോചകനെന്നും നീ അറിയും. ഓടിന് പകരം സ്വർണവും ഇരുമ്പിന് പകരം വെള്ളിയും തടിക്ക് പകരം ഓടും കല്ലിന് പകരം ഇരുമ്പും ഞാൻ കൊണ്ടുവരും. സമാധാനത്തെ നിന്റെ മേൽനോട്ടക്കാരും നീതിയെ നിന്റെ അധിപതികളുമാക്കും. നിന്റെ ദേശത്തിനി അക്രമത്തെപ്പറ്റി കേൾക്കുകയില്ല. ശൂന്യതയും നാശവും നിന്റെ അതിർത്തിക്കുള്ളിൽ ഉണ്ടാകുകയില്ല. നിന്റെ മതിലുകളെ രക്ഷയുടെ കവാടങ്ങളെന്നും സ്തുതിയെന്നും വിളിക്കപ്പെടും. പകൽ സൂര്യനായിരിക്കുകയില്ല, ഇനി നിനക്ക് പ്രകാശം നൽകാം. നിനക്ക് പ്രകാശം നൽകാൻ രാത്രി ചന്ദ്രനായിരിക്കുകയില്ല പ്രശോഭിക്കുന്നത്. കർത്താവായിരിക്കും നിന്റെ നിത്യമായ പ്രകാശം. കർത്താവായിരിക്കും നിനക്ക് നിത്യമായ പ്രകാശം. ഏറ്റെടുക്കണേ, ഏറ്റെടുക്കണമേ, 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 ഏറ്റെടുക്കണമേ. യെശയ്യാ 41:8 മുതൽ വചനം. എൻ്റെ ദാസനായ ഇസ്രായേലേ, ഞാൻ തിരഞ്ഞെടുത്ത യാക്കോബേ, എൻ്റെ സ്നേഹിതനായ അബ്രാഹത്തിന്റെ സന്തതി, നീ എൻ്റെ ദാസന, ഞാൻ നിന്നെ തിരഞ്ഞെടുത്തു, ഇനി ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഭൂമിയുടെ അതിർത്തികളിൽ നിന്ന് ഞാൻ നിന്നെ തിരഞ്ഞെടുത്തു. വിദൂര ദിക്കുകളിൽ നിന്ന് ഞാൻ നിന്നെ വിളിച്ചു. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. എൻ്റെ വിജയകരമായ വലത്ത് കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. നിന്നെ ദ്വേഷിക്കുന്നവർ ലജ്ജിച്ച് തല താഴ്ത്തും. നിന്നോട് ഏറ്റുമുട്ടുന്നവർ നശിച്ചൊന്നുമല്ലാതെ തീരും. നിന്നോട് ശണ്ട കൂടുന്നവരെ നീ അന്വേഷിക്കും, കണ്ടെത്തുകയില്ല. നിന്നോട് പോരാടുന്ന ശൂന്യരാകും. നിന്റെ ദൈവവും കർത്താവുമായി ഞാൻ നിന്റെ വലത്ത് കൈ പിടിച്ചിരിക്കുന്നു. നിന്റെ ദൈവവും കർത്താവുമായി ഞാൻ നിന്റെ വലത്ത് കൈ പിടിച്ചിരിക്കുന്നു. സങ്കീർത്തനം 118, സങ്കീർത്തനം 118 9 മുതലുള്ള തിരുവചനങ്ങൾ. 2 കരം ഉയർത്തിപ്പിടിച്ചോണം. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുക. നിങ്ങളുടെ ബന്ധനങ്ങൾ അഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ മക്കളും കെട്ടുകൾ അഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് തന്നെ കെട്ടുകൾ പൊട്ടിപ്പോവുകയാണ്. ചങ്ങല വിട്ടുമാറുകയാണ്. സാത്താൻ നിങ്ങളെ വിട്ടുപോകുക. വചനം വാളാണ്. വചനം എടുക്കുന്നു. എഫേസ്യർ 6:17 വചനമാകുന്നു വാളെടുക്കുകയാണ്. ഇപ്പോൾ വചനമാകുന്നു വാളെടുക്കുകയാണ്. സങ്കീർത്തനം 118 8 മുതലുള്ള വചനം. എന്നെ സഹായിക്കാൻ കർത്താവ് എൻ്റെ പക്ഷത്തുണ്ട്. ഞാൻ എൻ്റെ ശത്രുക്കളുടെ പതനം കാണും. മനുഷ്യനെ ആശ്രയിക്കുന്നതിനേക്കാൾ കർത്താവിൽ അഭയം തേടും നല്ലത്. പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ കർത്താവിൽ അഭയം തേടും നല്ലത്. ജനതകൾ എന്നെ വലയം ചെയ്തു. കർത്താവിന്റെ നാമത്തിൽ ഞാൻ അവരെ നശിപ്പിച്ചു. അവരെന്നെ വലയം ചെയ്തു. എല്ലാ വശത്തും നിന്ന് അവരെന്നെ വളഞ്ഞു. കർത്താവിന്റെ നാമത്തിൽ ഞാൻ അവരെ വിച്ഛേദിച്ചു. തെറിച്ച പോലെ അവരെന്നെ പൊതിഞ്ഞു. മുൾ പടർപ്പിനെ പിടിച്ച തീ പോലെ അവർ ആളി കത്തി. കർത്താവിന്റെ നാമത്തിൽ ഞാൻ അവരെ വിച്ഛേദിച്ചു. സങ്കീർത്തനം
7 മുതലുള്ള വചനം. കർത്താവിന്റെ കൽപ്പന ഞാൻ വിളംബരം ചെയ്യും. അവിടുന്ന് എന്നോട് അരുളി ചെയ്തു, നീ എൻ്റെ പുത്രനാണ്, ഇന്ന് ഞാൻ നിനക്ക് ജന്മം നൽകി. എന്നോട് ചോദിച്ചു കൊള്ളുക, ഞാൻ നിനക്ക് ജനതകളെ അവകാശമായി തരും, ഭൂമിയുടെ അതിരുകൾ നിനക്ക് അധീനമായിരിക്കും. ഇരുമ്പ് ദണ്ടുകൊണ്ട് നീ അവരെ തകർക്കും, മൺപാത്രത്തെന്ന പോലെ നീ അവരെ അടിച്ചുടയ്ക്കും. രാജാക്കന്മാരെ വിവേകമുള്ളവരായിരിക്കുവിൻ, ഭൂമിയുടെ ന്യായാധിപന്മാരെ സൂക്ഷിച്ചുകൊള്ളുവിൻ. ഭയത്തോടെ കർത്താവിന് ശുശ്രൂഷിക്കുവിൻ, വിറയിലൂടെ അവിടുത്തെ പാത ചുംബിക്കുവിൻ. ഇതാ കർത്താവിൽ ശരണം വയ്ക്കുന്നവർ ഭാഗ്യവാന്മാർ. ഇതാ സാത്താന്റെ തല തകർക്കപ്പെടാൻ പോകുന്നു, തകർക്കപ്പെട്ടുകൊണ്ടിരിക്കും. വചനത്താൽ ബന്ധിക്കുന്നു യേശുനാമത്തിൽ. യേശുനാമത്തില് കെട്ടുപൊട്ടട്ടെ. രണ്ട് കരം ഉയർത്തിപ്പിടിക്കുന്നു. കർത്താവിന്റെ കരം ഇപ്പോൾ സംഭവിക്കാൻ പോവാണ്. അച്ഛനോട് ചേർന്ന് ഈ വചനം ഏറ്റുചൊല്ലുക. പ്രഭാഷകൻ 51:3 മുതൽ വചനം ഏറ്റുചൊല്ലട്ടെ. എന്നെ വിഴുങ്ങുവാൻ പകയോടെ കാത്തിരുന്നവരിൽ നിന്ന് എൻ്റെ ജീവനെ വേട്ടയാടിയവരുടെ കരങ്ങളിൽ നിന്ന്, ഞാൻ സഹിച്ച നിരവധി പീഡനങ്ങളിൽ നിന്ന് അങ്ങയുടെ കാരുണ്യാതിരേകവും നാമത്തിൻ്റെ മഹത്വവും എന്നെ മോചിപ്പിച്ചു. ഞാൻ കൊളുത്താതെ എനിക്ക് ചുറ്റും എരിഞ്ഞ അഗ്നിയിൽ നിന്ന് അവിടുന്ന് എന്നെ രക്ഷിച്ചു. പാതാളത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന്, അശുദ്ധിയും വഞ്ചനയും നിറഞ്ഞ നാവിൽ നിന്ന്, രാജാവിനോട് ദൂഷണം പറയുന്ന അനീതി നിറഞ്ഞ നാവിൽ നിന്ന് അവിടുന്ന് എന്നെ മോചിപ്പിച്ചു. ഞാൻ മരണത്തോടടുത്തു, എൻ്റെ ജീവൻ പാതാളത്തിൻ്റെ അഗാധത്തെ സമീപിച്ചു. എല്ലാ വശത്തു നിന്നും അവരെന്നെ വലയം ചെയ്തു. എന്നെ സഹായിക്കാൻ ആരുമുണ്ടായില്ല. മനുഷ്യരുടെ സഹായത്തിനു വേണ്ടി ഞാൻ ചുറ്റും നോക്കി, ആരെയും കണ്ടില്ല. കർത്താവേ, അപ്പോൾ ഞാൻ അങ്ങയുടെ കാരുണ്യം അനുസ്മരിച്ചു. പണ്ട് മുതലുള്ള അങ്ങയുടെ പ്രവർത്തികളും അങ്ങയിൽ പ്രത്യാശ അർപ്പിക്കുന്നവരെ അവിടുന്ന് രക്ഷിക്കുന്നു. ശത്രുകരങ്ങളിൽ നിന്ന് അവരെ മോചിപ്പിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കട്ടെ, 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 സ്തുതിക്കട്ടെ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി എല്ലാ മക്കളുടെ ബന്ധനം പൊട്ടിക്കട്ടെ. ചങ്ങല പൊട്ടട്ടെ. പാപശക്തി, സാത്താന്റെ ശക്തി പൊട്ടി തകരട്ടെ. നാമത്തിൽ പര 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 ശലലലല പര 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 പവർ പവറാണ് അഭിഷേകം. ശലലല ശലലല പവർ പവർ പവറാണ് അഭിഷേകം. വ്യാപരിക്കട്ടെ, വ്യാപരിക്കട്ടെ. കൈകളൊടിച്ച് പാടാം, കൈകളൊടിച്ച്. കരങ്ങൾ ഉയർത്തി കൈകളൊടിക്കാമോ? പോരാ, പോരട്ടെ. ദൈവത്തിന്റെ ആത്മാവിറങ്ങി വന്നു, മനുഷ്യത്വമേ താമസിച്ചു. നിറയണമേ, നിറയണമേ, പരിശുദ്ധാത്മാവേ നിറയണമേ. പഠിക്കേ. നിറയണമേ, നിറയണമേ, പരിശുദ്ധാത്മാവേ നിറയണമേ. ദൈവത്തിന്റെ ആത്മാവിറങ്ങി വന്നു, എല്ലാവരും മനുഷ്യത്വമേ താമസിച്ചു. നിറയണമേ, നിറയണമേ, പരിശുദ്ധാത്മാവേ ദൈവമേ. നിറയണമേ, നിറയണമേ, പരിശുദ്ധാത്മാവേ. കരമുടിയാട്ടി അടിച്ച് പോരാ, അഴിയട്ടെ. അത്ഭുതങ്ങളോടെ ആൾ സംഭവിക്കുന്നുണ്ട് ഇപ്പോ എല്ലാവരിലും. പാപവും രോഗവും അശുദ്ധിയല്ല, ദൈവത്തിന്റെ ആത്മാവ് എടുത്തു മാറ്റി. നിരാശയും തകർച്ചയും കുറ്റബോധവും ചാബല്യവും ആവിടും നീക്കിയല്ലോ. പാപവും രോഗവും അശുദ്ധിയല്ല, ദൈവത്തിന്റെ ആത്മാവ് എടുത്തു മാറ്റി.
ദൈവമേ ചാബല്യവും അവിടുന്നു നിറയണമേ നിറയണമേ പരിശുദ്ധനാമേ ദൈവമേ ജെറമിയ എസക്കിയേൽ പ്രവചിച്ചതെല്ലാം പൂർത്തിയാക്കി യോയേൽ പ്രവാചകൻ വഴി അരുളി ചെയ്തു പരിശുദ്ധാത്മാവിൽ നിറയും നിങ്ങൾ. ജെറമിയ എസക്കിയേലും പ്രവചിച്ചതെല്ലാം പൂർത്തിയാക്കി യോയേൽ പ്രവാചകൻ വഴി അരുളി ചെയ്തു പരിശുദ്ധാത്മാവിൽ നിറയും നിങ്ങൾ. നിറയണമേ നിറയണമേ പരിശുദ്ധനാമേ നിറയണമേ നിറയണമേ പരിശുദ്ധനാമേ ബന്ധിതരെ അവിടുന്ന് മോചിപ്പിച്ചു അന്ധരുടെ കണ്ണുകൾ ഉറപ്പിച്ചല്ലോ അടിമകൾ ക്രിസ്തുവിൽ സ്വതന്ത്രരായി പുതുവത്സരത്തിൽ സ്വരം മുഴങ്ങി. ബന്ധിതരെ അവിടുന്ന് മോചിപ്പിച്ചു അന്ധരുടെ കണ്ണുകൾ ഉറപ്പിച്ചല്ലോ അടിമകൾ ക്രിസ്തുവിൽ സ്വതന്ത്രരായി പുതുവത്സരത്തിൽ സ്വരം മുഴങ്ങി. നിറയണമേ നിറയണമേ പരിശുദ്ധനാമേ നിറയണമേ 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 പരിശുദ്ധനാമേ നിറയണമേ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു അവിടുത്തെ നാമത്തിൽ ശാസിക്കുന്നു അന്ധകാരമേ ബന്ധനങ്ങളെ യേശുനാമത്തിൽ വിട്ടുമാറുക. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു അവിടുത്തെ നാമത്തിൽ ശാസിക്കുന്നു അന്ധകാരമേ ബന്ധനങ്ങളെ യേശുനാമത്തിൽ വിട്ടുമാറുക. നിറയണമേ നിറയണമേ പരിശുദ്ധനാമേ നിറയണമേ 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 പരിശുദ്ധനാമേ നിറയണമേ. ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ. പഠിക്കേ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ. ബന്ധനം അഴിയട്ടെ കെട്ടുകൾ പൊട്ടട്ടെ ബന്ധനം അഴിയട്ടെ കെട്ടുകൾ പൊട്ടട്ടെ ബന്ധനം അഴിയട്ടെ കെട്ടുകൾ പൊട്ടട്ടെ ബന്ധനം അഴിയട്ടെ കെട്ടുകൾ പൊട്ടട്ടെ. യേശുനാമത്തിൽ യേശുരക്തത്താൽ യേശുനാമത്തിൽ യേശുരക്തത്താൽ യേശുനാമത്തിൽ യേശുരക്തത്താൽ യേശുനാമത്തിൽ യേശുരക്തത്താൽ അടിമച്ചങ്ങല പൊട്ടട്ടെ യേശുനാമത്തിൽ അടിമച്ചങ്ങല പൊട്ടട്ടെ യേശുനാമത്തിൽ പാപച്ചങ്ങല പൊട്ടട്ടെ യേശുനാമത്തിൽ പാപച്ചങ്ങല പൊട്ടട്ടെ യേശുനാമത്തിൽ രോഗച്ചങ്ങല പൊട്ടട്ടെ യേശുനാമത്തിൽ രോഗച്ചങ്ങല പൊട്ടട്ടെ യേശുനാമത്തിൽ. ബന്ധനമഴിയട്ടെ കെട്ടുകൾ പൊട്ടട്ടെ ബന്ധനമഴിയട്ടെ കെട്ടുകൾ പൊട്ടട്ടെ. ആരാധന 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 കരകുളിയർത്തി പിടിച്ച ആരാധന ആരാധന കരകൾ വീശിക്കൊണ്ട് ആരാധന 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 കൈകളടിച്ചു പാടാധന ആരാധന. ആരാധന
മാത്രം കാണണം, വേറെ ചിന്തിക്കരുത്. മാലാഖമാർ കൂടെ കൂടുന്നുണ്ട്. വിശുദ്ധരെ കൂടുന്നുണ്ട്. അഭിഷേകം ഒഴുകട്ടെ. കരമുളിയർത്തി കൈയടിക്കണം. ഉച്ചത്തിൽ പാടിക്കുക, ഉച്ചത്തിന്. അനുഗ്രഹം ഒഴുകട്ടെ. അത്ഭുതങ്ങളും അടയാളങ്ങളും യേശുനാമത്തിൽ സംഭവിക്കുന്നത്. ആരാധിക്കുന്ന കുടുംബങ്ങളുടെ ബന്ധനടിയട്ടെ. പാടാം. കരമുളിയട്ടി കഴിച്ചു. എല്ലാവരും ചേരട്ടെ. യേശുവേ ആരാധന, 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 ആരാധന. പാടിക്കേ. ഓരോ രോഗിയുടെ മടുക്കലേക്ക് ഈശോയെ ചെല്ലണേ. ഓരോ മകന്റെ മകളോട് തീരണേ. ഭാവികളോട് തീരണേ. തകർന്ന കുടുംബത്തെ ഈശോ ചെല്ലണേ. മുറിവേറ്റ മക്കളോട് തീരണേ. ഈ കൂട്ടായ്മ മുഴുവൻ ആളുകളോട് തീരണേ. ഓരോരുത്തരോട് ചെല്ലണം ഈശോ. ഒറ്റ വിളി യേശുവേ. കൽപ്പിക്കുന്നു, യേശുനാമത്തിൽ കൽപ്പിക്കുന്നു. ഈ കൂട്ടായ്മയിലുള്ള ഓരോ മകന്റെയും മകളുടെയും ശരീരത്തിൽ, മനസ്സിൽ, ആത്മാവിൽ, ബുദ്ധിയിൽ, അവയവങ്ങളിൽ കുടിയിരിക്കുന്ന, ഒരു കുടുംബത്തിൽ കുടിയിരിക്കുന്ന തിന്മയുടെ അരൂപികൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ, പൈശാചിക ആത്മാക്കൾ, ദുരാത്മാക്കൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ, ഇവർക്കെതിരെ, ഇവരുടെ ആത്മീയ ജീവിതത്തിനെതിരെ, വിശ്വാസ ജീവിതത്തിനെതിരെ, കർത്താവിൻ്റെ പദ്ധതികൾ ഇവരിൽ പൂർത്തിയാകുന്നതിനെതിരെ ഏതെങ്കിലും അശുദ്ധികൾ ഇവർ കുടിയിരിപ്പുണ്ടെങ്കിൽ, ആ തിന്മയുടെ ആത്മാക്കളെ മുഴുവൻ വിളിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ വിളിച്ചുകൊണ്ട് ജീവിക്കുന്നവനായ ദൈവത്തിന്റെ പുത്രനായ യേശുവിന്റെ നാമത്തിൽ ആ ആത്മാക്കൾ കൂട്ടത്തോടെ 1 യോഹന്നാൻ 3:8 വചനത്തിലും യേശയ്യ 22:22 വചനത്താലും ബന്ധിക്കുന്നു. യേശുനാമത്തിൽ ബന്ധിക്കുന്ന യേശുനാമത്തിൽ. മുഖയെട്ട് 31 പരിഷ്കരിക്കുന്ന ശ്രമത്തില് ഈ കൂട്ടായ്മയുള്ള മക്കളിലുള്ള ആരില്ലെങ്കിലും വെറുപ്പിന്റെ,
പകയുടെ, നിരാശയുടെ, കുറ്റബോധത്തിൻ്റെ, അഹന്തയുടെ, അഹങ്കാരത്തിൻ്റെ, ഞാനെന്ന ഭാവത്തിൻ്റെ തിന്മയുടെ അരൂപികൾ ഈ കൂട്ടായ്മയിൽ ആരിലെങ്കിലും കിടപ്പുണ്ടെങ്കിൽ, ആരുടെങ്കിലും മനസ്സിൽ, ശരീരത്തിൽ, ബുദ്ധിയിൽ അവയവങ്ങൾ കുടിയിരിപ്പുണ്ടെങ്കിൽ ആ മകനിൽ, ആ മകളിൽ പ്രവർത്തിക്കുന്ന ആ തിന്മയുടെ അരൂപികളോട് കൽപ്പിക്കുന്നു, ഉത്ഥിതനായ യേശു മിശിഹായുടെ നാമത്തിൽ ബന്ധിക്കുന്നു. യേശു നാമത്തിൽ ബന്ധിക്കുന്നു. ബന്ധിച്ച് 8:30 ബഹിഷ്കരിക്കുന്നു. ഈ കൂട്ടായ്മയുള്ള മക്കളിൽ ആരില്ലെങ്കിലും മന്ത്രവാദം, കൂടോത്രം, ക്ഷുദ്ര പ്രയോഗങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ, ഇവർക്കെതിരെ ഏതെങ്കിലും വ്യക്തികൾ തിന്മയുടെ പ്രവർത്തികൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, മന്ത്രവാദം, കൂടോത്രം, ക്ഷുദ്ര പ്രയോഗങ്ങൾ, പൈശാചിക പ്രവർത്തനങ്ങൾ, സേറ്റൻ വർഷിപ്പുകൾ, ബ്ലാക്ക് മാസുകൾ, അങ്ങനെയുള്ള ഏതെങ്കിലും പൈശാചിക ശക്തികളുടെ പ്രവർത്തനങ്ങൾ ആരെങ്കിലും ചെയ്തിട്ട് ഏതെങ്കിലും വഴികളിലൂടെ അത്തരം അന്ധകാര പ്രവർത്തികൾ ഈ മക്കളുടെ ആത്മീയ ജീവിതത്തിനെതിരെ, ഭൗതിക മേഖല, വീടിനെതിരെ, കുടുംബത്തിനെതിരെ, വസ്തുവിനെതിരെ, ജോലിക്കെതിരെ, വിവാഹത്തിനെതിരെ, എല്ലാത്തിനെതിരെ ഏതെങ്കിലും തിന്മയുടെ അരൂപികൾ ഏതെങ്കിലും വഴികളിലൂടെ, ഏതെങ്കിലും കാലയളവിൽ, ഏതെങ്കിലും വർഷങ്ങൾ, ഏതെങ്കിലും സ്ഥലത്ത് വെച്ച് പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ആ തിന്മയുടെ അരൂപികൾ ഇവരിൽ പ്രവർത്തിക്കുന്നുണ്ട്, ഇവരുടെ കുടുംബത്തിൽ പ്രവർത്തിക്കുന്നു. ആ ആത്മാക്കളോട് മുഴുവൻ കൽപ്പം, ഈ മക്കൾ രോഗങ്ങൾ, തകർച്ചകൾ, ബന്ധനങ്ങൾ അത്തരം തിന്മയുടെ സ്ഥലത്ത് വിതയ്ക്കുന്നുണ്ടെങ്കിൽ ആ തിന്മയുടെ അരൂപികളെ മുഴുവനോട് നസ്രായനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ യോഹന്നാൻ 19:34 കർത്താവിന്റെ പരിശുദ്ധ ചോരയെടുത്തുകൊണ്ട് അവയാൽ യേശു നാമത്തില് ബന്ധിക്കുന്നു. യേശുനാമത്തില് ബന്ധിച്ചു. 8:31 ബഹിഷ്കരിക്കുന്നു. ഈ മക്കളിൽ, ഇവരുടെ കുടുംബത്തില് ആരില്ലെങ്കിലുമോ മദ്യപാനം, പുകവലി, മയക്കുമരുന്ന്, ലഹരികൾ, കഞ്ചാവ്, പാൻപരാഗ്, തമ്പാക്ക് തുടങ്ങിയ മേഖലകളിൽ ബന്ധനത്തിൽ കഴിയുന്നുണ്ടെങ്കിൽ, അത്തരം പൈശാചിക ശക്തികൾ വസ്തുക്കളിലൂടെ അവരുടെ ഉള്ളിലേക്ക് പ്രവേശിച്ചിട്ടുണ്ടെങ്കിൽ, ആരുടെങ്കിലും ഉള്ളിൽ അത് പ്രവർത്തിക്കുന്ന, ശരീരത്തിൽ, മനസ്സിൽ, ബുദ്ധിയിൽ അവയവങ്ങൾ കുടിയിരിപ്പുണ്ടെങ്കിൽ അതുപോലെ ഇവരുടെ കുടുംബം തകർക്കുന്നു, കുടുംബ ബന്ധം തകർക്കുന്നു, ഇവരെല്ലാത്തിനും നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ തിന്മയുടെ ശക്തികൾ, മദ്യപാനത്തിന്റെ തിന്മയുടെ അരൂപികൾ, മയക്കുമരുന്ന് തിന്മയുടെ അരൂപികൾ, പുകവലിയുടെ തിന്മയുടെ അരൂപികൾ ഇവിടെ കുടുംബത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. ആരിലെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ആ തിന്മയുടെ അരൂപികളെ മുഴുവൻ വിളിക്കുന്നു. കർത്താവായ യേശുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നു, ഉത്ഥിതനായ യേശുവിന്റെ നാമത്തിൽ, നസ്രായനായ യേശുവിന്റെ നാമത്തിൽ, പത്രോസും പൗലോസും ഉപയോഗിച്ച ആ യേശുവിന്റെ നാമത്തിൽ, പരിശുദ്ധ കന്യകയിൽ ജനിച്ച യേശുവിന്റെ നാമത്തിൽ, ഉത്ഥിതനായ യേശു നാമത്തിൽ 1 യോഹന്നാൻ 3:8 ആ പൈശാചിക ശക്തിയെ ജോബ് 20:13-15 ബന്ധിക്കുന്നു. ബന്ധിച്ച് ഫിലിപ്പിയർ 2:11 ബഹിഷ്കരിക്കുന്നു, അഴിക്കുന്നു, പോകാൻ കൽപ്പിക്കുന്നു, ആജ്ഞാപിക്കുന്ന നാമത്തിൽ. Command from God. Command you in the name of Jesus. With the mighty name of Jesus of Nazareth, the precious blood of Jesus of Nazareth, I bind and cast out all the evil spirits, all the binding spirits, spirits of witchcraft, spirits of black magic, alcohol, illness, hidden evil spirits, spirits of hatred, lust. I bind you in the name of Jesus of Nazareth. I command you to come out of these children and go to the feet of the Lord right now. Obey the name of Jesus of Nazareth. I bind all the evil spirits. Whatever you say. ഈ കൂട്ടായ്മയുള്ള മക്കളിൽ ആരില്ലെങ്കിലും വ്യഭിചാരത്തിന്റെ ശക്തി, സ്വയംഭോഗത്തിന്റെ സാത്താന്റെ അരൂപി, ദുർഭൂതങ്ങൾ, സ്വവർഗരതിയുടെ ഹമസെക്സിന്റെ സ്പിരിറ്റ്സ്, ബ്ലൂ ഫിലിമിലുള്ള തിന്മയുടെ അരൂപികൾ, അശുദ്ധിയുടെ ശക്തികൾ, അശുദ്ധാത്മാക്കൾ, അൺക്ലീൻ സ്പിരിറ്റ്സ് ഈ കൂട്ടായ്മയിൽ ആരിലെങ്കിലും പ്രവർത്തിക്കുക, ഏതെങ്കിലും മകന്റെ ശരീരത്തിൽ, മനസ്സിൽ, ബുദ്ധിയിൽ അവയവങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് എങ്കിൽ, കുടുംബ ബന്ധങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ, തെറ്റായ ബന്ധങ്ങൾ, പ്രേമബന്ധങ്ങളിലൂടെ കുഞ്ഞുങ്ങൾ നശിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങൾ ആരെങ്കിലും ഈ കൂട്ടായ്മയിലുണ്ടെങ്കിൽ, ആ മകളിൽ, ആ മകനിൽ, ആ കുടുംബത്തിൽ, ആ വ്യക്തികളിൽ, അപ്പനിൽ, അമ്മയിൽ, സഹോദരങ്ങൾ ആരിലാണോ പ്രവർത്തിക്കുന്ന ഈ തിന്മയുടെ അരൂപികളെ മുഴുവനും വിളിക്കുന്നു. കർത്താവായ യേശുവിന്റെ നാമത്തിൽ, കർത്താവായ യേശു ക്രിസ്തു നാമത്തിൽ, നസ്രായനായ യേശുവിന്റെ നാമത്തിൽ, ഈ പരിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളി വസിക്കുന്ന ഉത്ഥിതനായ യേശുവിന്റെ നാമത്തിൽ, എഫെസസ് 6:12, 1 യോഹന്നാൻ 3:8, 22, മർക്കോസ് 5:9 അവയെ ഇപ്പോൾ യേശുനാമത്തിൽ ബന്ധിക്കുന്നു. ബന്ധിച്ച് 8:31 ബഹിഷ്കരിക്കുന്നു. ബന്ധിച്ച് പുറത്താക്കുന്ന യേശുനാമത്തിൽ കുരിശിന്റെ വട്ടിലേക്ക് ബഹിഷ്കരിക്കുന്നു.
ഈ മക്കളുടെ ജീവിതത്തിന്റെ ബന്ധനങ്ങൾ, തകർച്ചകൾ, ജോലി തടസ്സം, വിവാഹ തടസ്സം, പഠന മേഖല തടസ്സം, പൈശാചിക പീഡകൾ, സാമ്പത്തിക കടബാധ്യതകൾ, മാനസിക പ്രശ്നങ്ങൾ, കുടുംബ വഴക്ക്, സ്നേഹമില്ലായ്മ, കുടുംബ പ്രാർത്ഥനയില്ലായ്മ, കുടുംബ ഭിന്നത, വിശ്വാസ തകർച്ച, അഹന്ത, ഞാനെന്ന ഭാവം, ഇത്തരം തിന്മയുടെ അരൂപികൾ ഈ കൂട്ടായ്മയിൽ ആരെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ഭയം, അകാരണ ഭയം, ഉത്കണ്ഠ, നിരാശ, കുറ്റബോധം, ഭയം, ഉത്കണ്ഠ, ബന്ധനങ്ങൾ, അപകർഷത ബോധങ്ങൾ, തിന്മയുടെ ഭയങ്ങൾ, പ്രവർത്തനങ്ങൾ, പൈശാചിക പ്രവർത്തനങ്ങൾ, തെറി പറയുന്ന മക്കൾ, ശാപവാക്ക് പറയുന്ന മക്കൾ, കോപം, അമിതമായ കോപം, അൺകൺട്രോൾ ആയിട്ടുള്ള ആങ്കർ, ഇതുള്ള തിന്മയുടെ ബന്ധനങ്ങൾ ആരിലെങ്കിലും ഉണ്ടെങ്കിൽ, ഏതെങ്കിലും മകൾ ഇത്തരം പൈശാചിക ശക്തികൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ, with the mighty name of Jesus of Nazareth, യേശുവിന്റെ നാമത്തിൽ, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ, ഉദ്ധിതനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആ പൈശാചിക ശക്തികളെ കൂട്ടത്തോടെ ബന്ധിക്കുന്നു. ബഹിഷ്കരിക്കുന്നു. ഈശോ ഈ സമയത്ത് ഈ ലോകത്തിൽ എവിടെയെങ്കിലും മക്കൾ ഇരുന്നുകൊണ്ട് ഈ ശുശ്രൂഷ പങ്കുചേർന്ന് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ, ഈ കൂട്ടായ്മയിൽ ഏതെങ്കിലും മക്കൾ പ്രാർത്ഥിക്കുന്നുണ്ട്, അവിടെ ചില ബന്ധനങ്ങൾ, ചില തകർച്ചകൾ, ചില പ്രശ്നങ്ങൾ, ജോലി മേഖല പ്രശ്നങ്ങൾ, കുടുംബത്തിൽ ചില പ്രശ്നങ്ങൾ, ആരോടും പറയാൻ പറ്റുന്ന ചില ബന്ധനങ്ങൾ, ചില അസ്വസ്ഥതകൾ ഈ മക്കൾ ഇവിടെ കുടുംബത്തിലോ എവിടെയെങ്കിലും ലോകത്ത് എവിടെയെങ്കിലും മക്കൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ആരെങ്കിലും പ്രാർത്ഥന ആഗ്രഹിക്കുന്നുണ്ടോ, ആരെങ്കിലും ജോലി സ്ഥലത്ത് നിന്ന് വിഷമിക്കുന്നുണ്ടോ, ആരെങ്കിലും പഠിക്കുന്ന മക്കളിൽ നിന്ന് വിഷമിക്കുന്നുണ്ടോ, ആരെങ്കിലും കുടുംബജീവിതത്തിന്റെ മേഖല വിഷമിക്കുന്നുണ്ടോ, തകർന്നിരിക്കുന്നുണ്ടോ, കരഞ്ഞുകൊണ്ട് നിൽപ്പുണ്ടോ, ആരെങ്കിലും ഒക്കെ സാമ്പത്തിക തകർച്ച വന്നിട്ട് കരഞ്ഞുകൊണ്ട് നിലവിളിച്ചുകൊണ്ട് നിൽപ്പുണ്ടോ, എവിടെയെങ്കിലും അങ്ങനെയുള്ള മക്കൾ നിൽപ്പുണ്ടെങ്കിൽ ആ മക്കളിലേക്ക് ഇപ്പോൾ വിടുതലിന്റെ പരിശുദ്ധാത്മാവേ കടന്നു ചെല്ലണമേ. Spirit of deliverance, set us free. Spirit of deliverance, set us free. ദൈവമേ, അങ്ങയുടെ കരം എല്ലാ മക്കളും എന്നിട്ട് നിന്നെ നന്ദി പറഞ്ഞപ്പാ. ഈ സമയത്ത് രോഗികളുടെ മേൽ കർത്താവേ നീ കൈവെക്കണേ. ഞാൻ പ്രാർത്ഥിക്കുന്നു ഈശോയെ, യാചിക്കുന്നു, അപേക്ഷിക്കുന്നു. മക്കൾ പാവങ്ങളാണ്, ഞങ്ങളെല്ലാം പാവങ്ങളാണ്, പാപികളുമാണ്, അയോഗ്യരാണ്. നല്ല വെള്ളം പ്രാർത്ഥിച്ച പോലെയാണ് ഞങ്ങളൊക്കെ പ്രാർത്ഥിക്കുന്നത്. കർത്താവേ, അങ്ങക്ക് പറ്റും, അങ്ങ് നോക്കിയാലും നടക്കും, അങ്ങ് നോക്കാതെ വേറൊരു രക്ഷയില്ല. അങ്ങേ കർത്താവേ, അങ്ങയുടെ കരം നീട്ടണം. അങ്ങയുടെ കൺമുമ്പിലേക്ക് ഞാനിതാ ഈ മക്കളെ മുഴുവൻ സമർപ്പിക്കുക. തലച്ചോർ സംബന്ധമായ രോഗികൾ അങ്ങയുടെ മുമ്പിലേക്ക് ഞാൻ വെച്ച് തരിക. കർത്താവേ, തലയ്ക്കകത്ത് ട്യൂമറുള്ള മക്കളുണ്ട്, ബ്രെയിൻ ട്യൂമർ ബാധിച്ചവരുണ്ട്, സ്ട്രോക്ക് വന്നവരുണ്ട്, ഹെമറേജ് വന്നവരുണ്ട്, വിട്ടുമാറാത്ത തലവേദന, മൈഗ്രെയിൻ വേദന, കൈപ്പുറമുള്ള കണ്ണുകൾക്ക് രോഗമുള്ള മക്കൾ, പലവിധ ചെവിക്കകത്ത് രോഗമുള്ള മക്കൾ, തലമുടി കൊഴിയുന്ന രോഗം, തലമുടി സംബന്ധം ഒത്തിരി രോഗം, തലയൊട്ടിക്കുള്ള വേദനകൾ, വിട്ടുമാറാത്ത വേദന, തലയുടെ ഞരമ്പുകളുള്ള മെയിൻ ഓൾട്ടറീസ് ഒക്കെ ഉള്ള പ്രശ്നങ്ങൾ, ബ്ലോക്കുകൾ, രോഗങ്ങൾ, വേദനകൾ എല്ലാം ഈശോയെ നിന്റെ കരങ്ങളിലേക്ക് തരുന്ന ഈശോയെ. വായിക്കകത്തുള്ള പലതരം രോഗങ്ങൾ, പല്ലിനകത്തുള്ള രോഗങ്ങൾ ഈശോയെ, അതുപോലെ നാക്കയിലുള്ള ക്യാൻസറുകൾ, തൊണ്ടയ്ക്കുള്ള ക്യാൻസറുകൾ, മരണകരമായ രോഗത്തിൽ കഴിയുന്ന മക്കൾ, മൂക്കിനകത്തൊക്കെയുള്ള രോഗമുള്ള മക്കൾ, മുഖത്ത് പാണ്ഡു രോഗങ്ങൾ, മറ്റു കുരുക്കളൊക്കെ ഉള്ള മക്കളുണ്ട് ഈശോയെ. കൈകളിലൊക്കെ വേദന, കൈയുടെ മുട്ടിന് വേദന, കൈപാദങ്ങളുടെ വേദന, കൈയുടെ അസ്ഥികളും മാംസത്തിലും മജ്ജയിലൊക്കെ രോഗം പിടിപെട്ട മക്കൾ, കൈ ഉയർത്താൻ പറ്റാത്ത മക്കളുണ്ട് ഈശോയെ. ചങ്കിന് രോഗബാധയുള്ള മക്കൾ, ഹാർട്ട് സംബന്ധമായി പ്രോബ്ലം, ഹാർട്ടിന്റെ വേദന അനുഭവിക്കുന്ന മക്കൾ, ഹാർട്ട് അറ്റാക്ക് വന്ന രോഗികൾ, ഹാർട്ടിന്റെ വാൽവിന്റെ ബ്ലോക്കുള്ള മക്കൾ, ഒരുപാട് പ്രശ്നം, ഹാർട്ട് ഓപ്പറേഷന് പോകേണ്ടവരായ മക്കൾ, ബ്രസ്റ്റ് ക്യാൻസർ രോഗികൾ, ബ്രസ്റ്റ് ട്യൂമറുള്ള മക്കൾ, ദൈവമേ ഏറ്റെടുക്കണേ. ലിവർ ക്യാൻസർ, ലിവർ സിറോസിസ് രോഗങ്ങൾ ഈശോ അത് മുഴുവൻ ഏറ്റെടുക്കണമേ. ലങ്സ് സംബന്ധമായ എല്ലാത്തരം രോഗങ്ങൾ, ശ്വാസകോശവുമായി ബന്ധപ്പെടുന്ന മുഴുവൻ രോഗങ്ങളും ഈശോയെ, ട്യൂമറുകൾ, ക്യാൻസർ ട്യൂമറുകളുള്ള മക്കളുണ്ട് ഈശോയെ, എല്ലാം ഏറ്റെടുക്കണേ ഈശോയെ. ശ്വാസമുട്ടൽ രോഗമുള്ളവർ, ആസ്മ രോഗം, TB രോഗമുള്ള മക്കളുണ്ട് ദൈവമേ, കിഡ്നി രോഗങ്ങൾ, എല്ലാത്തരം ലൈംഗിക രോഗങ്ങൾ, ആരോട് പറയാനാവാത്ത ലൈംഗിക മേഖല രോഗബാധകൾ, പൈശാചിക പീഡകൾ അനുഭവിക്കുന്ന മക്കൾ, പൈശാചിക രോഗം, കാൽമുട്ടിന്റെ വേദന, കാൽമുട്ടിന്റെ ഭയങ്കര രോഗങ്ങൾ, കാലിന്റെ അസ്ഥികളിൽ, മാംസത്തിലും മജ്ജയിലും രക്തത്തിലൊക്കെയുള്ള രോഗബാധകൾ ഈശോയെ ഏറ്റെടുക്കണമേ. വേരിക്കോസിന്റെ വേദന, നടക്കാൻ പറ്റുന്നത് നമുക്ക്, നടുവൊടിഞ്ഞ് കിടക്കുന്ന മക്കൾ, നടുവ് വേദന, വിട്ടുമാറാതെ നട്ടല് വേദന, നട്ടലിന്റെ ഭയങ്കരമായ വിഷമങ്ങൾ അനുഭവിക്കുന്ന ഹെർണിയ രോഗങ്ങൾ, പൈൽസ് രോഗങ്ങൾ ഈശോയെ, ഇത് മുഴുവൻ ആമാശയത്തിൽ വൻ
കുടലിൽ ചെറുകുടലിൽ രോഗബാധകൾ ഈശോയെ എന്ത് ചെയ്യണം അറിയാൻ മേലാതെ വിഷമിക്കുന്ന മക്കൾ ഈശോ മുഴുവൻ ത്വക്ക് സംബന്ധമായ രോഗങ്ങൾ ഈശോയെ ഒത്തിരി മക്കൾ അനുഭവിക്കുന്നു. സോറിയാസിന്റെ രോഗങ്ങൾ, അലർജി രോഗങ്ങൾ, തുമ്മൽ രോഗങ്ങൾ, പനി രോഗങ്ങൾ, മാനസിക രോഗങ്ങൾ, മെന്റൽ ഡിസീസ്, ഡിപ്രഷൻ, ഡിമെൻഷ്യ രോഗങ്ങൾ, ഡൗൺ സിൻഡ്രോമുള്ള കുട്ടികളുണ്ട് ഈശോയെ. ഓട്ടിസം, ഹൈപ്പർ ആക്ടിവിറ്റി ബാധിച്ച ഒത്തിരി കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നിട്ടുണ്ട് കർത്താവേ. ഓട്ടിസം, ഹൈപ്പർ ആക്ടിവിറ്റി രോഗങ്ങളുള്ള കുഞ്ഞുങ്ങൾ വന്നിട്ടുണ്ട് കർത്താവേ. ഒരുപാട് പൈശാചിക ബന്ധനത്തിൽ കിടന്ന് മാനസിക രോഗം, മന്ദബുദ്ധി കുട്ടികൾ ഒത്തിരി വന്നിട്ടുണ്ട് കർത്താവേ. നിന്റെ കരം ശക്തമാ കർത്താവേ, നിന്റെ കൈകൾ നീട്ടിയേ പറ്റൂ. ഈ മക്കളുടെ മേലുള്ള സാത്താന്റെ ശക്തികളോട് മുഴുവൻ കൽപ്പിക്കുന്നു. ഉത്തിതനായ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ അവയെ ബന്ധിക്കുന്നു. ഉത്തിതനായ യേശുവിന്റെ നാമത്തിൽ ബന്ധിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ബന്ധിക്കുന്നു. In the mighty name of Jesus of Nazareth, I bind, I cast out all evil spirits. യേശുവേ തുടരണമേ, 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 തുടരണമേ. ബ്ലഡ് ക്യാൻസർ, ബോൺ ക്യാൻസർ, ട്യൂമറുകൾ, ക്യാൻസറസ് ട്യൂമറുള്ള മക്കളുണ്ട്. മരണകരമായ രോഗം ബാധിച്ചവരുണ്ട്. തളർന്നു കിടക്കുന്ന മക്കളുണ്ട്. എല്ലാം ഈശോയെ അങ്ങ് സൗഖ്യം നൽകുന്ന കർത്താവേ, അങ്ങയുടെ കരം നീട്ടണമേ, സൗഖ്യം നൽകുന്ന. അതുപോലെ മാനസികമായി തകർന്ന മക്കൾ, ആരും ഇല്ലാത്ത മക്കൾ, ഒറ്റപ്പെട്ട മക്കൾ, കുടുംബം തകർന്നു. കണ്ണുകൾ അടച്ചു പിടിച്ച് പ്രാർത്ഥിച്ചോണം. ആരും ആരും നോക്കരുത്, അച്ഛനെ നോക്കിയിരിക്കരുത്. പ്രാർത്ഥനയെ മുഴുക. ഈശോയെ മാത്രം നോക്കാവുള്ളൂ, ഈശോയെ മാത്രമേ ചിന്തിക്കാവുള്ളൂ, ഈശോയെ മാത്രമേ ധ്യാനിക്കാവുള്ളൂ, ഈശോയെ മാത്രമേ ചിന്തിക്കാവൂ, ഈശോയെ മാത്രമേ ധ്യാനിക്കാവൂ. മനുഷ്യരെ ആരെയും ധ്യാനിക്കരുത്. യേശുവിനെ മാത്രം ചിന്തിക്കണം, യേശുവിനെ മാത്രം ചിന്തിക്കുക, യേശുവിനെ മാത്രം ചിന്തിക്കുക. കൽപ്പിക്കുന്ന യേശുവെ ഏറ്റെടുക്കണേ, ഏറ്റെടുക്കണേ. കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികളുണ്ട്, കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾ, രോഗികളായ കുഞ്ഞുങ്ങളെയും കൊണ്ട് വന്നിട്ടുള്ളവരുണ്ട്. സംസാരശേഷിയില്ലാത്ത കുഞ്ഞുങ്ങൾ വന്നിട്ടുണ്ട് ഈശോയെ. ചെവിക്ക് കേൾവിയില്ലാത്ത കുഞ്ഞുങ്ങൾ എത്തിയിട്ടുണ്ട് ഈശോയെ. അവരെല്ലാം അങ്ങയുടെ കരം നീട്ടണമേ. സൗഖ്യദായക യേശുവേ, യേശുവേ സൗഖ്യദായക. സാത്താന്റെ ശക്തിയുടെ മേൽ അധികാരമുള്ള യേശുവേ, അങ്ങേക്ക് മാത്രമേ പറ്റൂ. അങ്ങയുടെ കരം ഇപ്പോൾ നീട്ടണമേ. ഓരോ രോഗിയുടെ മേലും കർത്താവിന്റെ കരം നീട്ടപ്പെടട്ടെ. ഓരോ രോഗങ്ങളുടെ മേലും കർത്താവിന്റെ കരം നീട്ടപ്പെടട്ടെ. ശരീരത്തിലെ സകല പൈശാചിക പീഡകളുടെ മേലും കർത്താവിന്റെ കരം നീട്ടപ്പെടട്ടെ. യേശുനാമത്തിൽ ആ രോഗങ്ങളെ കൂട്ടത്തോടെ ബന്ധിക്കുന്നു, ബന്ധിക്കുന്ന യേശുനാമത്തിൽ. With the mighty name of Jesus of Nazareth, I bind them all. I cast them to the feet of Lord Jesus Christ. The precious blood of Jesus, I bind them all. In the name of the Father, the Son, and the Holy Spirit, I bind them all. Hallelujah. ഈ മക്കളുടെ ഭവനം സമർപ്പിക്കുന്നു. വീടിന്റെ ഓരോ മുറികളും സമർപ്പിക്കുന്നു. വീട്ടിലുള്ള അപ്പൻ, അമ്മ, ഭാര്യ, ഭർത്താവ്, മക്കൾ, വസ്തുവകകൾ, കൃഷിയിടങ്ങൾ, വളർത്തുമൃഗങ്ങൾ, ജോലി, ബിസിനസ്, പഠന മേഖല, എല്ലാ മേഖല സമർപ്പിക്കുന്നു. ആ മേഖല എവിടെയെങ്കിലും തിന്മയുടെ അരൂപികൾ നേരിട്ട് പകർച്ചമായിട്ടോ ഇവരുടെ ആത്മീയ നാശത്തിനായിട്ട് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ, ഇവരുടെ അഭിഷേകത്തെ തകർക്കാനായിട്ട് വരുന്നുണ്ടെങ്കിൽ, യേശു ക്രിസ്തുവിലെ വിശ്വാസം ഇവരെ അകറ്റാനായിട്ട് ഏതെങ്കിലും തിന്മയുടെ ശക്തികൾ ആ മേഖലയിൽ പ്രവർത്തിക്കുന്നു. ആ തിന്മയുടെ അരൂപികളോട് കൽപ്പിക്കുന്നു. ഈ പരിശുദ്ധ കുർബാന ജീവനോടിരിക്കുന്ന യേശു നാമത്തിൽ കൽപ്പിക്കുകയാണ്. ഈ കൂട്ടായ്മകളിൽ ഏതെങ്കിലും മകന്റെ മകളുടെ വീട്ടിലോ ഏതെങ്കിലും മേഖല സാത്താന്റെ ശക്തികൾ നിങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ, ഉത്തിതനായ യേശുവിന്റെ നാമത്തിൽ, നസ്രായനായ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ നിങ്ങളെ ബന്ധിക്കുന്നു. യേശുനാമത്തിൽ ബഹിഷ്കരിക്കുന്ന യേശുനാമത്തിൽ കൽപ്പിക്കുന്നു. യേശുനാമത്തിൽ കൽപ്പിക്കുന്നു. യേശുനാമത്തിൽ കൽപ്പിക്കുന്നു. അഴിഞ്ഞു പോകട്ടെ സാത്താന്റെ പീഡകൾ അനുഭവിക്കുന്നവരും സ്നേഹം പോയി. എല്ലാ മക്കളും ഒരുപാട് ബന്ധത്തിൽ കഴിയുന്ന മക്കൾ യേശുവേ അങ്ങോട്ട് കരം നീട്ടണമേ. കർത്താവേ അങ്ങോട്ട് തിരുരക്തം ശക്തി കൊടുക്കട്ടെ. ദൈവത്തിന്റെ ആത്മാവ്, പരിശുദ്ധാത്മാവിന്റെ ശക്തി എല്ലാ മക്കളിലേക്ക് ഒഴുകപ്പെട്ട് ഈ സമയത്ത് കെട്ടുകളിൽ ബന്ധനം അഴിക്കുന്നു. കർത്താവിന്റെ കരുത ഒഴുകുന്നതായിട്ട് കാണാം, അഭിഷേകം ഒഴുകുന്നതായിട്ട് കാണാം. മക്കളെ ആത്മാവിന്റെ ശക്തി വ്യാപരിച്ചുകൊണ്ടിരിക്കുക. തടസ്സങ്ങളെല്ലാം മാറട്ടെ. ഈ മക്കളുടെ മുന്നിൽ തടസ്സമാണ്. സാത്താന്റെ ശക്തിയെ ബന്ധിച്ചു യേശുനാമത്തിൽ. പോരാ. കരങ്ങളടിച്ച് പോരാ. കൈകൾ ഉയർത്തി കഴിച്ചു.
ഇറങ്ങി വന്നു മനുഷ്യർക്കുമേ താമസിച്ചു. നിറയണമേ നിറയണമേ പരിശുദ്ധാത്മാവേ നിറയണമേ 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 പരിശുദ്ധാത്മാവേ നിറയണമേ. കണ്ണുകളടച്ച് കൈകളടിച്ചോളാം. ഈ സമയത്ത് ഈശോ വരും. ആരെല്ലാം ഈശോ ആരാധിച്ചുകൊണ്ടിരിക്കുന്നു അവിടെ അടുക്കൽ ഈശോ വരും. കൈകൾ ഉയർത്തി കൈയടിക്കണം. ഉച്ചത്തിൽ പാടിക്കേ. എല്ലാവരും പാടിക്കേ. സ്തുതിക്കുന്ന ഈശോ ആരാധിക്കുന്ന മക്കളെടുക്കൽ ഈശോ വരും. കരമുളിയത്ത് കൈയടിക്കണം. ഈശോയെ മാത്രം ചിന്തിച്ചുകൊണ്ട് മറ്റെല്ലാം വിടണം. എല്ലാവരും വിടണം. ബാക്കി വിടാൻ പറ്റും. ഈശോയെ മാത്രം. പോരാ. ഒറ്റ വിളി കരമേറ്റേശുവേ. ഒറ്റ വിളിയേശുവേ. ഒറ്റ വിളിയേശുവേ. കണ്ണുകളടച്ച് കരങ്ങൾ തുറന്ന് പിടിച്ച് കണ്ണുകളടച്ച് പ്രാർത്ഥനയും മുഴുകട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തുതിക്കണം. എല്ലാ തരങ്ങളും സ്തുതിപ്പുണ്ടാകട്ടെ. സ്തുതിക്കുന്ന ആളുകളുടെ അടുക്കലാണ് ഈശോ വരുന്നത്. ഈശോ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്ന മക്കളുടെ അടുത്തേക്ക് അനോയിന്റിംഗ് ഉണ്ടാവണം. പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് മറ്റെല്ലാ ചിന്തകളും വിട്ട് ഈശോയെ മാത്രം ആരാധിക്കുക സ്നേഹിക്കുകയും ചെയ്യുന്ന മക്കളുണ്ട്. മറ്റെല്ലാ ചിന്തകളും വിട്ട് എല്ലാ വ്യക്തികളെക്കുറിച്ച് സാഹചര്യം ഈ സ്ഥലത്തെക്കുറിച്ചൊക്കെയുള്ള ചിന്തയൊക്കെ വിട്ട് ഈശോയെ മാത്രം ചിന്തിച്ചുകൊണ്ട് ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്ന അടുക്കിലേക്കാണ് അഭിഷേകം കൊടുക്കുന്നത്. സ്തുതിക്കട്ടെ. യേശു വെളിപ്പെടുത്തുന്നു. മാനസിക രോഗത്തിന് മരുന്ന് എടുക്കുന്നവരായ 5 പേർക്ക് കർത്താവ് അത്ഭുതകരമായ സൗഖ്യം കൊടുത്തുകൊണ്ട് കർത്താവ് അനുഗ്രഹിക്കത്തോടെ ശക്തമായിട്ട്
ദൈവം വെളിപ്പെടുത്തുന്നു. ഫിറ്റ്സ് രോഗത്തിന് മരുന്നെടുക്കുന്ന ഒരു മോളെ കർത്താവ് തൊട്ട് സുഖപ്പെടുത്തിക്കുന്ന വെളിപ്പെടുത്തി ശക്തമായിട്ട്. ഇന്നലെ ഒരു വീട്ടിൽ ഭയങ്കര കലഹം, അപ്പനും മോളും തമ്മിൽ ഭയങ്കരമായൊരു കലഹവും പ്രശ്നം ഉണ്ടായ ഒരു കുടുംബം കർത്താവ് കാണിച്ചിരുന്നു. അവിടെ വലിയൊരു പൈശാചിക ബന്ധനമുണ്ട്. അത് കർത്താവ് ഇപ്പോൾ എടുത്തു മാറ്റിക്കൊണ്ട് ആ കുടുംബത്തെ കർത്താവ് ശക്തമായിട്ട് എടുത്തു. വയറിനകത്ത് ഒരു ട്യൂമർ ഉള്ള ഒരാളെ കർത്താവ് തൊട്ട് സൗഖ്യപ്പെടുത്തിക്കൊണ്ട് കർത്താവ് ശക്തമായിട്ട്. മരണത്തോട് മല്ലടിച്ച് കിടക്കുന്ന ഹോസ്പിറ്റലിൽ കഴിയുന്ന ഒരാളെ കർത്താവ് തൊട്ട് സുഖപ്പെടുത്തിക്കൊണ്ട് കർത്താവ് എനിക്ക് വളരെ ശക്തമായിട്ട്. ജെസ്സി എന്നൊരാളെ കർത്താവ് സൗഖ്യപ്പെടുത്തിക്കൊണ്ട് അനുഗ്രഹിക്കുന്നുണ്ട് വെളിപ്പെട്ട് കഴിച്ചു. 7315 കുടുംബങ്ങളിൽ ഇപ്പോൾ അത്ഭുതങ്ങൾ നടന്നതായിട്ട് പരിശുദ്ധ വെളിപ്പെട്ട് ശക്തമായിട്ട്. അത്ഭുതങ്ങൾ നടന്ന വെളിപ്പെട്ട് ശക്തമായിട്ട്. 31 കുടുംബങ്ങൾക്ക് മദ്യപാനത്തിന്റെയും പുകവലിയുടെയും മയക്കുമരുന്ന് ലഹരികളുടെയും ബന്ധനത്തിൽ നിന്ന് കർത്താവ് വിടുതൽ നൽകിക്കൊണ്ട് ആ കുടുംബത്തെ കർത്താവ് ഏറ്റെടുക്കുന്നതായിട്ട് അനുഗ്രഹിക്കും വെളിപ്പെട്ട് ശക്തമായിട്ട്. +2 പഠിക്കുന്ന ഒരു ആൺകുട്ടി പാപകരമായ ജീവിതം നയിക്കുന്ന അവനോട് ആ പാപബന്ധം ഉപേക്ഷിക്കാൻ കർത്താവ് ആവശ്യപ്പെടുന്നു. വലിയൊരു അപകടം അവൻ്റെ മുമ്പിൽ നിൽക്കുന്നതായിട്ട് കർത്താവ് വെളിപ്പെടുത്തി തരുന്നു. കർത്താവിൻ്റെ കരുണയിൽ ആ കുഞ്ഞ് ആശ്രയിക്കാനും സംസാരിക്കാനും മാനസാന്തരപ്പെടാൻ തയ്യാറാകണമെന്നും പരിശുദ്ധമാവ് വ്യക്തമായിട്ട് വെളിപ്പെടുത്തി. ബൈക്ക് അപകടത്തിലൂടെ മരിച്ചുപോയ ഒരു മകനെ ഓർത്ത് വേദനിക്കുന്ന ഒരു അമ്മയെ കർത്താവ് വെളിപ്പെടുത്തിരുന്നു. ആ കുഞ്ഞിന് വേണ്ടി വിശുദ്ധ കുർബാനയിൽ ശക്തമായിട്ട് പ്രാർത്ഥിക്കണമെന്നും ആ കുഞ്ഞിന് വിശുദ്ധീകരണം ആവശ്യമുണ്ടെന്നും ആ കുഞ്ഞിന് തമ്പുരാന്റെ കാര്യങ്ങൾ കൊടുത്തുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ മതി, തമ്പുരാൻ ആ കുഞ്ഞിനെ സ്വന്തമാക്കുമെന്നും ആ അമ്മയോട് പരിശുദ്ധാത്മാവ് പറയുന്നതായിട്ട് വെളിപ്പെട്ടുകൾ ശക്തമാണ്. ഒറ്റ വിളിച്ച് കിഡ്നി സംബന്ധമായ രോഗമുള്ള ഒരു വ്യക്തിയെ കർത്താവ് പരിപൂർണമായിട്ടും സുഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നതായിട്ട് കർത്താവ് വെളിപ്പെടുത്തി തരുന്നുണ്ട്. ഈ സമയത്ത് ഈ കൂട്ടായ്മയുള്ള മുഴുവൻ ആളുകളും ഒരു ഇരുണ്ട രൂപം ഇരുളിമ അതിങ്ങനെ ഇറങ്ങി ഇങ്ങനെ പോകുന്നതായിട്ട് ഈ കൂട്ടായ്മ മുഴുവൻ പ്രകാശത്തെ നിലയിലാട്ട് പരിശുദ്ധ വെളിപ്പെടുത്തി ശക്തമായിട്ട്. ഈ സമയത്ത് അനേകം നാവുകളിൽ ഈശോ തൊടുന്നത് നാവേൽ നമ്മുടെ നാവേൽ കർത്താവ് തൊട്ടുകൊണ്ട് നമ്മുടെ നാവിനെ വിശുദ്ധീകരിക്കുന്നതായിട്ടും ഒത്തിരി സൗഖ്യങ്ങൾ ഈ സമയത്ത് കുഞ്ഞുങ്ങളുടെ അധരങ്ങൾ തുറക്കപ്പെടുന്നതായിട്ടും കർത്താവിന്റെ ആ വെളിപ്പാട് ശക്തമായിട്ട് ഈശോ വെളിപ്പെടുത്തുന്നു. 16 ഈ ഓട്ടിസം ഹൈപ്പർ ആക്ടിവിറ്റി രോഗമുള്ള കുഞ്ഞുങ്ങളുടെ മേൽ കർത്താവ് ഇപ്പോൾ കൈവച്ചിരിക്കുന്നതായിട്ടും കർത്താവിന് ശക്തമായ പ്രവർത്തനം. ഒറ്റ വിളി യേശുവേ. സ്റ്റൊമക്കിൽ വെള്ളം കെട്ടുന്ന വയറിനകത്ത് വെള്ളം കെട്ടുന്ന രോഗമുള്ള ഒരാളെ കർത്താവ് പരിപൂർണമായിട്ടും സുഖപ്പെടുത്തിയിരിക്കുന്നതായിട്ട് വെളിപ്പെട്ടുകൊണ്ട് ശക്തമായിട്ട്. ലിവർ സിറോസിന്റെ രോഗമുള്ള ഒരാൾക്ക് പരിപൂർണ രോഗശാന്തി കൊടുത്തുകൊണ്ട് കർത്താവ് അനുഗ്രഹിച്ചു തുടങ്ങി വെളിപ്പെടും. ഒറ്റ വിളി യേശുവേ നന്ദി. യേശു വെളിപ്പെടുന്നു. ബെന്നി എന്നൊരു പേര് വെളിപ്പെടുന്നു, കർത്താവ് അനുഗ്രഹിക്കുന്നു. സാജു എന്നൊരു പേര് കർത്താവ് വെളിപ്പെടുന്നു, കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. ജയമ്മ എന്നൊരു പേര് കർത്താവ് വെളിപ്പെടുന്നു, കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. സോണിയ എന്നൊരു പേര് കർത്താവ് പ്രത്യേകം കർത്താവ് തൊട്ട് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. സൗമ്യ എന്നൊരു പേര് കർത്താവ് വെളിപ്പെടുന്നു, കർത്താവ് പ്രത്യേകം അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. ത്രസ്യ കർത്താവ് തൊട്ട് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. തോമാച്ചൻ ഒത്തിരി മാനസിക വേദനയെടുത്ത് ഒത്തിരി പ്രശ്നത്തിന് നടുവ് നിൽക്കുന്ന മകനെ കർത്താവിത അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് ആത്മാവ് വെളിപ്പെടുത്തി പറഞ്ഞിരുന്നു ശക്തമായിട്ട്. ഒരു തൊണ്ട സംബന്ധമായ രോഗമുള്ള ഒരു ഗൗരവമേറിയ രോഗമുള്ള തൈറോയ്ഡ് രോഗമുള്ള ആളുകളെ കർത്താവ് ഇപ്പോൾ തൊട്ട് സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതായിട്ട് കർത്താവിന്റെ ശക്തമായ പ്രവർത്തനത്തെ അനുഗ്രഹിക്കും. ഒറ്റ വിളി യേശുവേ. നടുവിനൊരു വളവിന്റെ രോഗം, നട്ടല് ഭാഗത്തിന് വളവുള്ള ഒരു വ്യക്തിയെ കർത്താവ് തൊട്ട് പരിപൂർണമായിട്ട് സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതായിട്ട് വെളിപ്പെട്ടുകൊണ്ട് ശക്തമായിട്ട് വെളിപ്പെടുന്നു.
ബ്രസ്റ്റ് ക്യാൻസർ രോഗമുള്ള ഒരാളെ കർത്താവ് പരിപൂർണമായിട്ട് സുഖപ്പെടുത്തി കർത്താവ് ശക്തമായ കുഞ്ഞുങ്ങളില്ലാത്ത 6 ദമ്പതികളിലേക്ക് കൃപ ഒടുക്കപ്പെട്ടതായിട്ടും മക്കളെ നൽകിക്കൊണ്ട് കർത്താവ് അനുഗ്രഹിക്കുന്ന വെളിപ്പെട്ടുകൊണ്ട് ശക്തമാണ്. ഒരമ്മയുടെ കയ്യിലിരിക്കുന്ന ഒരു കുഞ്ഞിനുള്ള ഒരു മാരക രോഗത്തെ, പ്രത്യേക രോഗമാണ്, വളരെ ഒത്തിരി ആശുപത്രി കൊണ്ടുപോയിട്ട് ആ കുഞ്ഞ് സുഖപ്പെടുന്നില്ല, മാരക രോഗമാണ്. ആ കുഞ്ഞിനെ കർത്താവ് ഇപ്പോൾ തൊട്ട് സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന കർത്താവിൻ്റെ ആത്മാവ് ശക്തമായിട്ട് അഭിഷേകം കൊടുക്കട്ടെ. കരങ്ങളടിച്ച് കരഘോഷം. ഈ കൂട്ടായ്മയുള്ള എല്ലാ മക്കളുടെ മേലും അക്രൈസ്തവരായ മക്കൾ ഉൾപ്പെടെ അവരുടെ മേൽ തീനാളങ്ങളുടെ രൂപത്തിൽ പരിശുദ്ധാത്മാവ് നിൽക്കുന്നതായിട്ടും ആത്മാവ് പ്രവർത്തിക്കുന്ന ശക്തമായിട്ട് പരിശുദ്ധ സ്തുതിക്കട്ടെ. രണ്ട് അഭിഷിക്തരെ പ്രത്യേകമായിട്ടും കർത്താവ് അനുഗ്രഹിച്ച് ഈ സമയത്ത് ഉയർത്തുന്നതായിട്ടും അവരുടെ മേൽ ആത്മാവിനെ കൊടുക്കുന്നതായിട്ടും അവരുടെ ഒരു ജീവിതത്തിന് പ്രത്യേക തീരുമാനത്തിൽ കർത്താവ് അത്ഭുതകരമായിട്ട് ഇടപെട്ടിരിക്കുന്നതായിട്ട് വെളിപ്പെട്ട് കിട്ടുന്നു. ഒറ്റ വിളിയേ കടബാധ്യത കൊണ്ട് തകർന്ന് തരിപ്പണമായ കുടുംബങ്ങളെ കർത്താവ് വെളിപ്പെടുത്തി പറഞ്ഞു. ഒത്തിരി മക്കളെ വെച്ച് കാണിച്ചത് 111 കുടുംബങ്ങളെ വെച്ച് കാണിച്ചത്. അത്രയേറെ കുടുംബങ്ങൾ കടബാധ്യതയുടെ ബന്ധനങ്ങൾ അഴിച്ചു മാറ്റിക്കൊണ്ട് കർത്താവ് അത്ഭുതകരമായിട്ട് പറഞ്ഞു. കണ്ണിന് ഒരു പ്രത്യേകതരം രോഗമുള്ള ഒരാളെ കർത്താവ് വെളിപ്പെടുത്തി കാണും. ഈശോ ആളുടെ കണ്ണെ തൊടുന്നതായിട്ടും ആളെ സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതായിട്ട് കാണാൻ വ്യക്തമായിട്ട് കാണാം. പരിശുദ്ധ അമ്മയിലെ നടപ്പെട്ട് കാണാൻ വ്യക്തമായിട്ട് അമ്മയുടെ സാന്നിധ്യം വെളിപ്പെടുത്തിക്കുന്നു. സ്വർഗത്തിന്റെ അഭിഷേകം ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന വെളിപ്പെട്ടിരിക്കുന്നു. മക്കൾക്ക് കർത്താവ് ഇപ്പോൾ നട്ടലിന്റെ രോഗം, നട്ടലിന്റെ വേദന, ഡിസ്ക് രോഗം, അങ്ങനെയുള്ള രോഗങ്ങളിൽ നിന്ന് പരിപൂർണമായ സൗഖ്യം യേശുനാഥൻ നൽകിക്കൊണ്ട് അനുഗ്രഹിച്ചൊരു വെളിപ്പെടുത്തി. ഈ സമയത്ത് സ്വന്തം ജീവിത പങ്കാളിയോർത്ത് വിഷമിച്ച് നിൽക്കുന്ന കുറേ മക്കളെ കർത്താവ് കാണിച്ചിരുന്നു. അവരെ മുഴുവൻ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ട് ആ പ്രശ്നങ്ങൾ ഈശോ ഏറ്റെടുത്തിരിക്കുന്ന വെളിപ്പെടുത്തി ശക്തമായിട്ട്. പരിശുദ്ധാത്മാവിനോട് ശക്തമായിട്ട് പറഞ്ഞേക്കാം, ഇന്ന് ഈശോ തൊടാത്ത ആരിവിടെ ഇല്ലെന്നാ പറയുന്നത്. ഈശോ തൊടാത്ത ആരില്ല, എല്ലാവരും ഈശോ തൊട്ടു. പാപകരമായ ബന്ധങ്ങൾ കുടുങ്ങി പൈശാചിക ശക്തികളുടെ അടിമത്തത്തിലും ബന്ധനത്തിലും കഴിഞ്ഞിരുന്ന 3 പേരെ കർത്താവ് കാണിച്ചിരുന്നു. പ്രേമബന്ധങ്ങൾ കുടുങ്ങി അവർ രക്ഷപ്പെടാൻ പറ്റാതെ വിഷമിച്ചിരിക്കുക. അവിടെ ഉള്ള ആകെ തകർന്നായിരിക്കുന്നത്, മാരക പാപത്തിലാണ് ഇരിക്കുന്നത്. ശരിക്കും വേശ്യാവൃത്തിയിൽ ആ കുഞ്ഞ് ജീവിക്കുന്നത്. അത് കുറച്ച് വിഷമിക്കുകയാണ്. മക്കളെല്ലാം കർത്താവ് ഭയങ്കര തിന്മയില. അവർ ഈശോ വെളിപ്പെടുത്തി പറഞ്ഞു തന്നു. അവർ വലിയ നാശത്തിന്റെ വഴിയിലായിരുന്നു. ഈശോ ഇപ്പൊ അവരെ സ്നേഹം കൊണ്ട് നിറച്ചുകൊണ്ട് കർത്താവ് അവരോട് പറയാണ്, ആ ബന്ധം ഉപേക്ഷിച്ചേക്കാൻ പേടിക്കേണ്ട, ഈശോ നിങ്ങൾ സഹായിക്കുമെന്ന് ഉറപ്പ് കൊടുത്തുകൊണ്ട് ആ കുഞ്ഞുങ്ങളെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് അന്ന് വെളിപ്പെടുത്തി തരും ശക്തമായിട്ട്. ഈശോ വെളിപ്പെടുത്തി കാണിച്ചിരുന്നു. ഒരു എവിടെയാ എന്താ സംഭവിക്കുന്നത് അറിഞ്ഞുകൂടെ, എവിടെയോ സംഭവിക്കുന്നുണ്ട്. ഈ കൂട്ടായ്മയിലാണോ, നിങ്ങൾ കുടുംബങ്ങളാണോ അറിഞ്ഞുകൂടാ. രോഗിയായിട്ടൊരു കൊച്ച് മരിക്കാനായിട്ട് തുടങ്ങുന്ന ഒരു കുഞ്ഞിനെ കർത്താവ് ഇങ്ങനെ രണ്ട് കൈ കൊണ്ട് എടുത്ത് പിടിച്ചിരിക്കുന്നതായിട്ട് കർത്താവ് ഈ സമയത്ത് ആ കുഞ്ഞിനെ സുഖപ്പെടുത്തി കർത്താവ് വെളിപ്പെടുത്തി ശക്തമായിട്ട് വെളിപ്പെടുത്തി. ഇപ്പോൾ നിങ്ങൾ ശ്വസിച്ചുകൊണ്ടിരിക്കുന്ന വായു പോലും
ആത്മാവിനെ നിറഞ്ഞിരിക്കുന്നതായിട്ട് വെളിപ്പെട്ട് കിട്ടുന്നുണ്ട്. ശ്വസിക്കുമ്പോൾ തന്റെ വായു പോലും പരിശുദ്ധാത്മാവിനെ നിറഞ്ഞിരിക്കുക. എന്റെ യേശുവല്ല, my Jesus, my Jesus, have mercy upon me and your children. Touch me, everybody. Have mercy upon your children. Lord Jesus, we are with tears. Many of your children are with tears. Their mind filled with difficulties and tears. Touch them all. Lord Jesus, wipe out their tears. Have mercy upon your children. They need your help, Jesus. Without thee, they cannot go ahead, Jesus. Lord Jesus, have mercy. Have mercy upon those wounded souls. And if friends cry out with enough faith, call upon the name of Jesus, definitely He is our Savior. He can redeem. He is our Redeemer. Oh Jesus, touch your children and break all the evil chains of your children. Break all the evil powers. Oh Jesus, touch your children and heal them all. Oh Jesus, shower your precious blood upon your children. ഒറ്റ വിളി മക്കളെ, call upon the name of Jesus. ദിവ്യകാരുണ്യത്തിന്റെ പ്രദർശനം ആരംഭിക്കുക. ഉദ്ധിതനായ കർത്താവിന്റെ ശരീര സാന്നിധ്യമാണ് ദിവ്യകാരുണ്യം. അരളിക്കായിൽ എടുത്തുകൊണ്ട് സഭ നമ്മുടെ നടുവിലൂടെ കടന്നു പോകുമ്പോൾ ആ കർത്താവാണ് പോകുന്നത് എന്നറിഞ്ഞുകൊണ്ട് നീ വിളിച്ചോളാം. ചുറ്റുമുള്ള ആളുകളെ നോക്കരുത്. അവർ പ്രാർത്ഥിക്കുന്നവർ കാണും, പ്രാർത്ഥിക്കാത്തവരാണ്. ബർത്തിമേയുസ് എന്ന അന്ധയാചകൻ ചെയ്തതുപോലെ തന്നെ ചെയ്യണം. അവൻ ദാവീദിന്റെ പുത്ര യേശുവേ എന്റെ മേൽ കരുണയായിരിക്കണേ എന്ന് വിളിച്ചപ്പോൾ ചുറ്റുമുള്ള ഭിക്ഷക്കാർ പറഞ്ഞു, മിണ്ടാതിരിക്കുക, ശബ്ദമുണ്ടാക്കാതെ. എന്തിനിങ്ങനെ നിലവിളിക്കുന്നു? എന്തിനിങ്ങനെ ഷൗട്ട് ചെയ്യുന്നു? എന്തിനിങ്ങനെ ഷൗട്ട് ചെയ്യുന്നു? പക്ഷെ അവൻ അവരെ കേട്ടില്ല. കാരണം അവന് യേശുവിനെ അറിയാമായിരുന്നു. ആ നടന്നു പോകുന്നവൻ ആരാണെന്ന് അവൻ അറിയാമായിരുന്നു. അവനറിയാം. ആരോ അവനോട് പറഞ്ഞു കൊടുത്തു, ആരോ അവനോട് സുവിശേഷം പ്രസംഗിച്ചിട്ടുണ്ട്. ആ നടന്നു പോകുന്നത് സാധാരണക്കാരനല്ലെന്ന്, അവൻ ദൈവമാണെന്ന്, നിന്നെ സൃഷ്ടിച്ച ദൈവമാണെന്ന്, നിന്നെ രക്ഷിക്കുന്ന ദൈവമാണെന്ന്, നിന്നെ സുഖപ്പെടുത്താൻ കഴിവുള്ള ദൈവമാണെന്ന്, നിന്റെ കണ്ണു തുറക്കാൻ കഴിവുള്ള ദൈവമാണെന്ന് ആരോ അവനോട് പറഞ്ഞു കൊടുത്തിരുന്നു. അതുകൊണ്ടാണ് അവൻ മറ്റുള്ളവര് പറയുന്നത് കേൾക്കാതെ ഉറക്ക വിളിച്ചു. അവന്റെ ശബ്ദമാണ് എല്ലാവരുടെക്കാളും ഉയരത്തിലെത്തിയത്. ആയിരക്കണക്കിന് ആളുകളുടെ ശബ്ദങ്ങളുടെ മുകളിൽ അവന്റെ ശബ്ദമെത്തി. ആ ശബ്ദം ദൈവം തിരിച്ചറിഞ്ഞു. വിശ്വാസമുള്ളവനെ അങ്ങനെ വിളിക്കാൻ പറ്റും. യേശുവിനെ അറിയാമെന്നവനെ അങ്ങനെ വിളിക്കും. തിരുവോസ്തി എന്താണെന്ന് അറിയാമെന്നവനെ അങ്ങനെ വിളിക്കുള്ളൂ. ഭക്തിയോടെ വികാര പ്രദക്ഷിണം ആരംഭിക്കുന്നു. മുഴുവൻ പ്രയറിലായിരിക്കണം. ദേവാലയത്തിനുള്ളിലുള്ളവർ മുട്ടുമേ നിൽക്കും. മോണ്ടളം ഭാഗത്തുള്ളവർ എഴുന്നേറ്റ് നിൽക്കുക. മോണ്ടളം ഭാഗത്ത്
ദേവാലയത്തിൻ്റെ മുൻവശങ്ങളിലുള്ള മക്കൾ, പുറകിൽ ബാക്ക് ആ ഭാഗം, നിങ്ങൾ വരുന്ന കൊറിഡോർ ഭാഗത്തുള്ളവരെല്ലാം എഴുന്നേറ്റിരിക്കണം. സൈഡ് വിങ്ങുകളിൽ ഉള്ള മക്കളൊക്കെ എഴുന്നേറ്റ് മെയിൻ ചാപ്പിലേക്ക് നോക്കി നിൽക്കണം. നടുക്കൂടെ ഈശോ പോവുകയാണ്. ദിവ്യകാരുണ്യം എന്താണെന്ന് അറിയാവുന്നവരൊക്കെ പ്രാർത്ഥിക്കുന്ന സമയമാണിത്. അറിയാവുന്നവൻ വിളിക്കുന്ന സമയം. ആ അറിവൊരു ബുദ്ധിയുടെ അറിവല്ല, ആ അറിവ് അനുഭവത്തിൻ്റെ അറിവാണ്. Knowledge from experience, a knowledge from a wisdom from experience, divine wisdom. So call upon His name, Jesus, Son of David, have mercy on me. Jesus, Son of God, Son of the living God, have mercy on me. Cry out, and you will see the miraculous hands of Jesus in your life. Definitely, He will come and deliver you from the power of bondages. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥന ആരംഭിച്ചോളൂ. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ശക്തിയോടെ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് കർത്താവിനെ സ്തുതിക്കുന്നു. എല്ലാ കരങ്ങളും ഉയരട്ടെ. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് എല്ലാ മാലാഖമാരോടും സകല വിശുദ്ധരോട് ചേർന്ന് ഉച്ചസ്വരത്തിൽ കർത്താവിനെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഉച്ചത്തിൽ സ്തുതിക്കുന്നു ഈശോയെ. രാജാവേഴും നല്ലുന്നു നാഗലോക നാദനീശോ എഴും നല്ലുന്നു മാനവർക്ക് വരം തൂകി എഴും നല്ലുന്നു എഴും നല്ലുന്നു രാജാവേഴും നല്ലുന്നു
നാഗലോക നാഥനീശോ എഴുന്നള്ളുന്നു. മാനവർക്ക് വരം തൂകി എഴുന്നള്ളുന്നു. എല്ലാ കരങ്ങളും ഉയർത്തി ശക്തിയോടെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ബേത്ലഹേമിൽ വന്നുദിച്ചൊരു കനകതാരം, യൂദയായിൽ കതിരുവീശിയ പരമദീപം. ബേത്ലഹേമിൽ വന്നുദിച്ചൊരു കനകതാരം, യൂദയായിൽ കതിരുവീശിയ പരമദീപം. ഉന്നതത്തിൽ നിന്നിറങ്ങിയ സ്വർഗഭോജ്യം, മണ്ണിടത്തിനു ജീവനേകിയ സ്വർഗഭോജ്യം. കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ ഉച്ചത്തിൽ. Hallelujah, 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 Yeshua. Hallelujah, 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 hallelujah. മഹിതലേ പുതിയ മലരുകൾ അണിഞ്ഞിടുവിൻ, മനുജരേ മഹിത ഗീതികൾ ഒഴിച്ചിടുവിൻ. മഹിതലേ പുതിയ മലരുകൾ അണിഞ്ഞിടുവിൻ, മനുജരേ ഗീതികൾ ഒഴിച്ചിടുവിൻ. വൈരവും പകയുമെല്ലാം മറന്നിടുവിൻ, സാദരം കൈകൾ കോർത്തു നിരന്നീ. കരങ്ങൾ ഉയർത്തി ഹൃദയം ഉയർത്തി സ്തുതിക്കട്ടെ. Hallelujah, 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 hallelujah. Yeshua, Yeshua, നാഥനീശോ hallelujah, 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 hallelujah. മാനവർക്ക് വരം തൂകി എഴുന്നള്ളുന്നു. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഉച്ചത്തിൽ ഈശോയെ. പരമദീപം, ബത്ലഹേമിൽ വന്നുദിച്ചൊരു കനകതാരം, യൂദയായിൽ കതിരുവീശിയ പരമദീപം. ഉന്നതത്തിൽ നിന്നിറങ്ങിയ സ്വർഗഭോജ്യം, മണ്ണിടത്തിനു ജീവനേകിയ സ്വർഗഭോജ്യം. കരമുയത്തിൽ ചേർന്ന് സ്തുതിക്കുന്നു. ഹല്ലേലൂയ
പുതിയ മലരുകൾ അണിഞ്ഞിടുവിൻ മനുജരെ മഹിത ഗീതികൾ ഒഴിച്ചിടുവിൻ മഹിതലേ പുതിയ മലരുകൾ അണിഞ്ഞിടുവിൻ മനുജരെ മഹിത ഗീതികൾ ഒഴിച്ചിടുവിൻ വൈരവും പകയുമെല്ലാം മറന്നിടുവിൻ സാദരം കൈകൾ കോർത്തു തീരം കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ സ്തുതിക്കുന്ന എല്ലാവരും ചേർന്ന് ഹല്ലേലൂയ 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 യേശുവേ ഹല്ലേലൂയ 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 എല്ലാ കരങ്ങളും ഉയർത്തിപ്പിടിച്ച് സകല മാലാഖമാരുടെ വിശുദ്ധരോട് ചേർന്ന് സ്തുതിക്കട്ടെ കർത്താവിന്റെ ശക്തി ഹല്ലേലൂയ 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 യേശുവേ യേശുവേ ഹല്ലേലൂയ 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 രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് കരങ്ങൾ പൂർണ്ണമായിട്ട് ദൈവസന്നിധിയിലേക്ക് ഉയർത്തിപ്പിടിച്ച് എത്രമാത്രം സ്വരമുണ്ടോ അത്രമാത്രം സ്വരം ഉയർത്തി ഉണർവോടെ കർത്താവിനെ സ്തുതിക്കുന്നു. യേശുവേ ആരാധന 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 ഹല്ലേലൂയ ആരാധന 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 ഹല്ലേലൂയ 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 യേശുവേ ആരാധന 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 ഹല്ലേലൂയ 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 യേശുവേ ആരാധന 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 പരിശുദ്ധാത്മാവേ നന്ദി പരിശുദ്ധാത്മാവേ സ്തുതി പരിശുദ്ധാത്മാവേ ആരാധന 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 ഉച്ചത്തിൽ ഈശോയേ ഈശോയേ
കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് സർവശക്തിയോടെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അഭിഷേകത്തോടെ സ്തുതിക്കുന്നു. സകല കെട്ടുകളും അടിയട്ടെ, ബന്ധനം അടിയട്ടെ, സാത്താന്റെ ശക്തികൾ വിട്ടു പോകട്ടെ. വിഷയം വ്യാപരിക്കട്ടെ, 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 വ്യാപരിക്കട്ടെ. അഭിഷേകം, അഭിഷേകം, അഭിഷേകം. യേശുവേ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. യേശുവേ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. യേശുവേ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. യേശുവേ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. Praise the Lord. Hallelujah. സന്തോഷം ഇരിക്കുക, ഒരു നിമിഷം ഇരിക്കുക. Praise the Lord. സന്തോഷത്തോടെ ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയ, യേശുവേ നന്ദി. രണ്ട് കരമേർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ട് കരമേർത്തി ഹല്ലേലൂയ. യേശുവേ നന്ദി. സന്തോഷത്തോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. കൈകൂപ്പി കണ്ണുകളടച്ച് മൗനമായിട്ട് യേശുവിന് നന്ദി പറഞ്ഞേ. Praise the Lord. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. രണ്ട് കരമുയർത്തി നമുക്ക് നന്ദി പറയാം. കർത്താവ് തന്ന വലിയ കൃപകൾക്കും വിട്ടതിൽ നന്ദി പറയാൻ പ്രാർത്ഥിക്കട്ടെ. യേശുവേ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. കണ്ണുകളടച്ച് കൈകൾ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുക. ഒരു നിമിഷം തമ്പുരാൻ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്ക്, സൗഖ്യങ്ങൾക്ക് നന്ദി പറയാമോ? സന്തോഷം. ഹല്ലേലൂയ. നമുക്ക് വലിയ സന്തോഷത്തോടെ ബലിയിലേക്ക് വരാൻ കർത്താവിൻ്റെ വലിയ കൃപയും അനുഗ്രഹവും നമ്മിലേക്ക് സമൃദ്ധമായിട്ട് കർത്താവ് ചൊരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് നന്ദി പറയാം. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. ധാരാളം മക്കൾ വന്നിട്ടുണ്ട്. എല്ലാവരും പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കണം. കുർബാനയ്ക്ക് ശേഷം സൗഖ്യത്തിനായിട്ടുള്ള ആ പ്രാർത്ഥന ഉണ്ടാകും. അതുപോലെ പരിശുദ്ധ അമ്മയോടുള്ള പ്രാർത്ഥനയുണ്ട്. അതിനുശേഷം കുർബാനയ്ക്കും എല്ലാ ശേഷമാണ് കൃപാ വിരുന്ന് നൽകപ്പെടുക. ഈ സമയത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത്, കഴിഞ്ഞ കൺവെൻഷൻ്റെ ഇടയിൽ, അതായത് കുർബാന സ്വീകരണം കഴിഞ്ഞ് കുറച്ച് പേര് പുറത്തോട്ട് പോവുകയും പോയി ഭക്ഷണം കഴിക്കാനായിട്ട് പോവുകയും ചെയ്തതായിട്ട് അറിഞ്ഞു. അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. ശുശ്രൂഷ ഒരു കാരണവശാലും അങ്ങനെ ചെയ്യരുത്. കുർബാന മുഴുവൻ കഴിഞ്ഞ ശേഷം മാത്രമേ
നിങ്ങൾ പ്രത്യേകിച്ച് ഈ മെയിൻ ചാപ്പലിലുള്ളവർ പുറത്ത് ഇറങ്ങാൻ പാടുള്ളൂ. പ്രൈസ് ദി ലോർഡ്. കുർബാന സ്വീകരണത്തിന് മുമ്പ് നിങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ മുഴുവൻ ആളുകളാണ്. അങ്ങോട്ട് മുഴുവൻ അവിടെ അച്ഛന്മാർ കുർബാന കൊടുക്കുന്നിടത്ത് കുർബാന കയ്യിൽ നിന്ന് പോകും, ആളുകൾ ചീട്ടിക്കും. ഇവിടുന്ന് ഒരു ഭക്ഷണം ഒരു കാരണവശാലും ഇവിടുന്ന് കുർബാന കഴിയുന്നതിന് മുമ്പ് ഇറങ്ങാൻ പാടില്ലെന്ന് പ്രത്യേകമായതും ഓർപ്പിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. യേശുവേ നന്ദി. കർത്താവ് നന്നായിട്ട് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. കർത്താവിൻ്റെ കൃപയും അനുഗ്രഹം സമർത്ഥമായിട്ട് ഒഴുകപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നമുക്ക് ഒത്തിരിയേറെ ഈശോയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഏറ്റവും സന്തോഷത്തോടെ നമുക്ക് ബലിയിലേക്ക് കടന്നു വരാം. ഇവിടുത്തെ ശുശ്രൂഷകൾക്ക് വേണ്ടിയെല്ലാം നിങ്ങൾ പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ച് ഈ ദിവസം ഇന്ന് പ്രത്യേകം പ്രാർത്ഥിക്കും. നമുക്കറിയാം ഇന്നിവിടെ ധ്യാനം തുടങ്ങിയാണ്. പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. ഈ മാസം 20 മുതലുള്ള ദിനങ്ങൾ റോമിൽ ഒരു കൺവെൻഷനുണ്ട്. പ്രത്യേകം പ്രാർത്ഥിക്കണം. അവിടെ 2 കൺവെൻഷൻസ് ഉണ്ട്. പ്രത്യേകം